മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 16 ഷിഫ്റ്റ് ടു ജാനുവരി 31. നോക്കിക്കോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഒരു ഫംഗ്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 5, ബി ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് 5, ദെൻ വാട്ട് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ആവണമെങ്കിൽ തീറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് മൈനസ് π/2 ടു π/2 ആയിരിക്കണം. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 5 ആണ് ആദ്യത്തത്. സൈൻ ഇൻവേഴ്സ് സൈൻ 5 അത് തീറ്റ എന്ന് എഴുതണമെങ്കിൽ എന്തായിരിക്കണം? ക്ലോസ്ഡ് മൈനസ് π/2 ടു π/2 ആവണം. പൈ 3.14 ആണെങ്കിൽ 3.14/2 എന്ന് പറയുമ്പം -1.57 ടു 1.57 ആയിരിക്കണം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 5 നോട്ട് ബിലോങ്സ് ടു ദാറ്റ് ഇന്റർവെൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ നമുക്കൊരു തീറ്റ എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 5 എന്ന് എഴുതി വെക്കുക. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പൊ അത് ആ ഇന്റർവെല്ലിലല്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഏതിലൊക്കെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലും ആണ്, അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലും ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ തീറ്റ എന്ന് തന്നെയാണ് എഴുതുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ π-5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. π-5 എന്ന് പറയുമ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 3.14 -5 എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? -1.86 മറ്റോ വരും അല്ലെ. അത് നമ്മുടെ ബ്രേക്ക് എന്തിലല്ല, ഈ ഇന്റർവെല്ലിലല്ല. പിന്നെ എന്ത് എഴുതുകയാണ്? 2π പ്ലസ് തീറ്റ. π-5 കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ വീണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് എത്തണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്താവണം? 2π പ്ലസ് 5 ആവണം. തീറ്റ എന്ന് പറയുന്നത് 5 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ 2π പ്ലസ് 5. അപ്പൊ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഈ റേഞ്ചിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നില്ല. ഇനി നമ്മൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് എടുക്കുക. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? -π പ്ലസ് -π എന്ന് എഴുതാം. വീണ്ടും ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഇനി അത് വീണ്ടും ആ റേഞ്ചിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പിന്നെ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്താവും? -2π എന്ന് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് -2π. വീണ്ടും തീറ്റ 5 ആയതുകൊണ്ട് -2π പ്ലസ് 5. -2π പ്ലസ് 5. ഈ -2π പ്ലസ് 5 എന്ന് പറയുമ്പോൾ 5 -2π ആയി. അപ്പൊ 2πന്റെ വാല്യൂ 2π എന്ന് പറയുമ്പോൾ 6.28 വരും. 6.28 5 - 6.28 എന്ന് പറഞ്ഞാൽ -1.28 വരും. ആ -1.28 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന്റെ ഉള്ളിലേക്കായി. അപ്പോൾ 5 - 2π ആണ് ഏതിന്റെ വാല്യൂ? സൈൻ ഇൻവേഴ്സ് സൈൻ 5ന്റെ വാല്യൂ. അപ്പൊ അത് എ ആണ്. എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 5 - 2π എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ ഗ്രാഫ് വരച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ വേള് നമുക്ക് എന്ത് എഴുതാം? കോസ് ഇൻവേഴ്സ് കോസ് 5 എഴുതാം. കോസ് ഇൻവേഴ്സ് കോസ് 5നെ നമ്മൾ തീറ്റ എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം കോസ് 5 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഓർ തീറ്റ ഇസ് ഈക്വൽ ടു നേരത്തെ എഴുതിയതുപോലെ 5. അപ്പൊ ഈ കോസ് പോസിറ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് ഏതൊക്കെ ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റും അതുപോലെ തന്നെ ഏത് ക്വാഡ്രന്റുമാണ് എടുക്കേണ്ടത്? ഫോർത്ത് ക്വാഡ്രന്റുമാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ 5 തന്നെ. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് 2π - 5 2π മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 2π - 5 ആവും. അത് ഡെഫിനിറ്റ്ലി, അതായത് കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 0 3.14 2π - 5 എന്ന് പറയുമ്പോൾ എന്തായാലും ആ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലേക്ക് വരും. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? 2π - 5 ആണ്. അപ്പൊ a² പ്ലസ് b² വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ a² പ്ലസ് b² എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് എഴുതാം a² പ്ലസ് b². a² പ്ലസ് b² ഈസ് 5 - 2π ദ ഹോൾ സ്ക്വയർ പ്ലസ് 2π - 5 ദ ഹോൾ സ്ക്വയർ. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോളൂ. എന്ത് വന്നു? 4π² വന്നു. -20π വരും. പ്ലസ് 50 വരും. അത് രണ്ടും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് അതും കൂടി ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ അല്ലേ മക്കളെ?